ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഉപ്പയും ഉമ്മയും പിച്ചുവും എല്ലാം നാട്ടിലേക്ക് പോകാനായി. ആ, ഉമ്മ വന്നിട്ട് ഒരു 2.5 മാസമായി. പക്ഷേ ഉപ്പയും പിച്ചുവും ഒരു 10-12 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷെ അവർ അത്ര ദിവസത്തേക്ക് മാത്രമായിട്ടാണ് വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഇവർ തിരിച്ചു പോകാനായി. പക്ഷേ തിരിച്ചു പോകുന്നതിന് മുന്നേ ഇവർക്ക് നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവരെയും കൂട്ടിയിട്ട് UAE പോകുന്നുണ്ട്. എന്നിട്ട് UAE നിന്നാണ് ഇവർ നാട്ടിലേക്ക് പോകുന്നത്. ഇത് നമ്മളിപ്പോൾ ബോർഡറിലാണ് എത്തിയിട്ടുള്ള ഈ ചെക്ക് പോസ്റ്റാണ്. UAEയിലേക്ക് എൻ്റർ ആവേണ്ടത്. ഒമാൻ്റെ ചെക്ക് പോസ്റ്റും ഉണ്ട്, UAEൻ്റെ ചെക്ക് പോസ്റ്റും ഉണ്ട്. അങ്ങനെ നമ്മളിതാ UAEയിലെത്തി. പക്ഷേങ്കിൽ ഞാൻ പറയലില്ല, നമ്മൾ താമസിക്കുന്നത് UAE ബോർഡറിൻ്റെ അടുത്താണെന്ന്. നേരെ അപ്പുറത്ത് അല്ലൈനാണ്. അപ്പം ഇങ്ങനെ ഉമ്മ പറയും അപ്പുറത്തൊന്ന് പോണേനു അല്ലേ എന്ന് എപ്പോഴും പറയലുണ്ടേനു. ഇങ്ങനെ കാണുന്ന സമയത്ത്. അങ്ങനെ അന്നേരമാണ് ഞാൻ വിചാരിച്ചു ഇവരെയും കൂട്ടിയിട്ട് പോവാം, ബുർജ് ഖലീഫയിലൊന്ന് കാണിച്ചു കൊടുത്തിട്ട് നാട്ടിലേക്ക് അയക്കാമെന്നെല്ലാം. അത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പം നടന്ന്. നമ്മളിപ്പോൾ ഇതാ അല്ലൈൻ എത്തിയിട്ടാ. അല്ലൈന് ഭയങ്കര രസമാണ് കാണാൻ. ഭയങ്കര പച്ചപ്പല്ലേ, രണ്ട് സൈഡിലും വലിയ വലിയ മരങ്ങളെല്ലാം ആയിട്ട് ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ നമുക്കില്ലേ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. നേരെ അപ്പുറത്ത് നമ്മൾ ഒമാൻ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ ജിമ്മിൽ പോകല്. ഇതൊരു ഹോട്ടലാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇപ്പുറത്തെ കൺട്രിയിൽ, ഇപ്പുറത്തെ രാജ്യത്ത് നിന്നിട്ട് അപ്പുറത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലം നോക്കുമ്പോൾ ഒരു ഭയങ്കര രസമല്ലേ, ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ലേ. അങ്ങനെ തന്നെ ഉമ്മാക്കും ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് കാണുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഈ നെസ്റ്റോ എൻ്റെ ബെഡ്റൂമിൽ നിന്നും കിച്ചണിൽ നിന്നും എല്ലാം ഇങ്ങനെ നോക്കുന്ന സമയത്ത് എപ്പോഴും കാണും. ഇതാണ് എൻ്റെ കിച്ചണിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. എൻ്റെ കിച്ചണിൽ നിന്ന് നേരെ കാണുന്ന ഈ സൈഡിലുള്ളതാണ് നെസ്റ്റോ. ആ ഒരു ഗ്രീൻ ബിൽഡിങ്ങില്ലേ അതിങ്ങനെ എപ്പോഴും കാണുമ്പോൾ നമുക്ക് ഇവിടെ നെസ്റ്റവും ലുലുവൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമുക്കൊരു അക്കരെ പച്ച ഉണ്ടാവില്ലേ, അത് അവിടെ എപ്പോഴെങ്കിലും പോകണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. അതുകൊണ്ട് നമ്മൾ ദുബായി പോകുന്ന റൂട്ടല്ല, ഈ നെസ്റ്റോയിലേക്കായിട്ട് നമ്മൾ റൂട്ട് വെച്ചിട്ട് ഒരിക്കൽ വന്ന് നോക്കി ഇത് മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എൻ്റെ റൂമിൽ നിന്ന് കാണുന്ന കുറേ സ്ഥലമുണ്ട്. ജബൽ അഫീത്തിലൊന്ന് നമ്മളെപ്പോഴും കയറണം എന്ന് വിചാരിക്കുക. ദുബായിൽ UAEയിൽ വന്നാൽ കയറണം എന്ന് വിചാരിക്കും, പക്ഷെ സമയം കിട്ടലില്ല. അങ്ങനെ ഇപ്രാവശ്യവും പോയിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ലേറ്റെല്ലാം കാണും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡെല്ലാം വാങ്ങി. പിന്നെ ഇവിടുന്ന് ഉച്ചക്കേക്കുള്ള ഫുഡ് നമ്മളിങ്ങനെ പാഴ്സൽ വാങ്ങാട്ടോ ചെയ്തേ. പിന്നെ ഇവിടെ ആണെങ്കിലില്ലേ, ഇപ്പോൾ ഫ്രൂട്ട്സിനും വെജീസിനായാലെല്ലാം ഭയങ്കര റേറ്റ് കുറവ് പോലെ എനിക്ക് തോന്നുന്നത്. ഒമാൻ റിയാൽ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര കുറവ് പോലെ. പക്ഷെങ്കിൽ നടക്കില്ലല്ലോ, എന്താ പറയുക, വന്ന് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ വേറെ എന്താണെന്നറിയാം, നമ്മൾ വേഗം ഇടുന്ന് ഇറങ്ങി. കാരണം ഉപ്പാക്കും ഉമ്മാക്കും 2 ദിവസം മാത്രമേ UAEയിൽ നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ല, നമ്മൾ അവർക്ക് ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല തിരിച്ചു പോകാനുള്ള. പക്ഷെങ്കിൽ അവർക്ക് വേഗം തിരിച്ചു പോകണം. കാര്യം നോമ്പ് തുടങ്ങാനായതുകൊണ്ട് നോമ്പിന് മുന്നേ എത്തണമെന്ന് ഉമ്മാക്ക് നിർബന്ധം. പിന്നെ ഉപ്പാക്കാണെങ്കിൽ ഉപ്പാൻ്റെ ജോലിയെല്ലാം ഉള്ളതുകൊണ്ട് വേഗം തന്നെ നാട്ടിൽ പോകണമെന്ന്. ഒരാഴ്ചത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇനി ഉപ്പ വന്നിട്ടുള്ളത്. പക്ഷേങ്കിൽ 2 ആഴ്ചയോളം നിന്നാണ്. അങ്ങനെ രണ്ടാൾക്കും നല്ല തിരക്കിന് പോകാൻ. പിന്നെ പിച്ചുവിൻ്റെ സ്കൂള് കട്ടാവുന്ന പ്രശ്നം എല്ലാം ഉണ്ടേനു. ഫോൺ വിളിക്കുമ്പോൾ വിളിക്കാണ്ട് കിട്ടുന്നില്ല വിചാരിക്കുന്നത്. അരമണിക്കൂർ 1 മണിക്കൂർ സംസാരിക്കുന്ന അവസ്ഥയല്ലേ. പണ്ട് നമ്മൾ കണ്ണൂർ പോയിട്ട് ഗൾഫിലേക്ക് പോണ ചരിത്രമുണ്ട്. കണ്ണൂർ പോയിട്ട് ഒന്നാണ്ടല്ലേ അല്ല കണ്ണൂർ ടൗണിലാണ് ആ കാർ ടാക്സി എടുത്ത് അവിടെ പോയിട്ട് കോയന്റ് വിളിക്കാൻ വേണ്ടി ബോർഡർ കഴിഞ്ഞപാട് ടൂറിസ്റ്റായി. അപ്പം ടെററിസ്റ്റായി. പിക്നിക്കിന് പോയിരുന്നു. ഇതൊരു പിക്നിക്കനല്ലേ ഇവക്ക് ഇപ്പോ ഇത്രയും സുഖമായി കിട്ടുക. ഇന്നുവിൻ്റെ സ്കൂളിലെ പിക്നിക്ക് പോകുന്ന ദിവസമായിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേ. അത് മിസ്സാക്കിയിട്ട് അവൾ വന്നേ. പിന്നെ ഇല്ലേ, നമ്മൾ അല്ലൈൻ ടു ദുബായ് റൂട്ടിലുള്ള ഏതോ ഒരു പള്ളിയിൽ കയറിയതാണ് ഇത്. അങ്കില്ലേ, ആദ്യം ഇങ്ങനെ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്തെല്ലാം നിസ്കാരം ചില സമയത്ത് പള്ളിയിൽ കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ കള്ളാവ് വീട്ടിലേന്. അന്നേരം എനിക്ക് കുറച്ച് മുന്നേ എനിക്ക് ഈ ജമ്മും കസറും എങ്ങനെ ആക്കണ്ടേന്ന് മര്യാദയ്ക്ക് അറിയില്ലേനു. പണ്ട് നമ്മൾ മദ്രസയിലെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം മറന്നുപോയിന്. എനിക്ക് കറക്റ്റ് അറിയില്ല എത്ര കിലോമീറ്റർ കഴിഞ്ഞാലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, ഏതെല്ലാം നിസ്കാരം, എനിക്ക് വലിയ ഐഡിയ ഇല്ലേനു. പക്ഷെ ഞാനിപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് ഒന്നും കള്ളാ വീട്ടേണ്ട വരലില്ല. നമുക്ക് ജമ്മും കസറായിട്ട് തന്നെ നിസ്കരിക്കാൻ പറ്റലുണ്ട്. ഇപ്പം നിങ്ങളും ഏതെങ്കിലും വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഡൗട്ടുള്ള ആളാണെങ്കിൽ അധികം ആൾക്കും അതിനെപ്പറ്റി നല്ല ഡൗട്ടായിരിക്കും. ഏതെങ്കിലും വീഡിയോസ് എല്ലാം കണ്ടിട്ട് ക്ലിയർ ആക്കി വെച്ചാൽ കുറച്ച് സമാധാനം ഉണ്ടാവും. ഒന്നും കള്ളാവ് വിട്ടേണ്ട വരില്ല. അങ്ങനെ നമ്മളിതാ ദുബായ് എത്തി. നമ്മൾ
ഏകദേശം ഒരു 3:30-4 മണിയാകുമ്പോൾ വൈകുന്നേരം ദുബായ് എത്തി. ഫസ്റ്റ് തന്നെ ഇവർക്ക് ബുർജ് ഖലീഫ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ദുബായ് മാളിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സ്ഥലത്ത് നിന്നില്ലേ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ദുബായ് മാളിൽ ഇങ്ങനെ ഈ ഒരു വാട്ടർഫോളിൻ്റെ സ്ഥലമില്ലേ, നമ്മൾ ഒരിക്കലും വന്നിട്ടില്ല. പക്ഷേ ഇവർക്ക് കാണിച്ചു കൊടുക്കണമല്ലോ, ഇവർ പിക്ചേഴ്സിലെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്നതാണ്. അങ്ങനെ എല്ലായിടത്തും നമ്മൾ കുറേ ഫോട്ടോസെല്ലാം എടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിന് കേട്ടോ. കാരണം എനിക്ക് ഉമ്മാനും ഉപ്പാനും ദുബായ് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ വീഡിയോസിലെല്ലാം കാണുമ്പോൾ ഈ പണ്ട് മുതൽ ഇങ്ങനെ ടി വിയിൽ ബുർജ് ഖലീഫയെല്ലാം കാണുമ്പോൾ ഉമ്മക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേങ്കിൽ ഉമ്മ ഒരിക്കലും പോകണം എന്നങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ മാഷാ അല്ലാ അൽഹംദുലില്ലാ എനിക്ക് കൂട്ടിപ്പോകാൻ പറ്റി. പിന്നെ വേറെന്താ ഒരു കാര്യം പറയാനുള്ളതെന്നറിയാം. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. ഞാൻ എപ്പോഴും പറയുന്നത് അങ്ങനത്തെ കമൻറ്റ് കണ്ടാൽ ഞാൻ ഡിലീറ്റ് ചെയ്യുമെന്ന്. നിങ്ങളെ പോലെ ഒരു ലൈഫ് വേണം, നിങ്ങൾ എന്തൊരു അടിപൊളി ലൈഫാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മാത്രമല്ല നമ്മളെ ലൈഫ്, നമ്മളെ സന്തോഷങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുള്ളൂ. നമുക്ക് ഒരുപാട് ബാക്കിൽ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ഒരിക്കലും ഞാനങ്ങനെ വീഡിയോയിൽ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. നമുക്കങ്ങനെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഒരു 90% ആൾക്കാർക്കും അങ്ങനെ തന്നെയായിരിക്കും. സെൻറ്റിമെൻറ്റ്സ് ആരും നമ്മളോട് കാണിക്കാൻ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. നമ്മളെ സന്തോഷങ്ങൾ മാത്രം എല്ലാവരെയും കണ്ട് ഓക്കെ നമ്മളെ പറ്റി എല്ലാവരും സന്തോഷിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. അതുകൊണ്ട് സന്തോഷങ്ങൾ മാത്രമേ ഷെയർ ചെയ്യൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടോ അവർ യാത്ര ചെയ്യുന്ന കണ്ടിട്ടോ ഒന്നും അവരെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. നമ്മൾ തന്നെ കാണുന്നില്ലേ, ഞാൻ തന്നെ കുറേ വ്ളോഗേഴ്സിൻ്റെ ലൈഫ് സ്റ്റോറിയെല്ലാം കണ്ടിട്ട് ഷോക്കായിട്ടുണ്ട്. കാര്യം നമ്മൾ എന്ത് ഹാപ്പി ലൈഫാണെന്ന് വിചാരിക്കുന്നവരെ ചില സമയത്തായിരിക്കും ഓരോ കാര്യങ്ങൾ റിവീൽ ആവുന്നുണ്ടാവുക. അന്നേരം ഞാൻ തന്നെ കുറേ ആൾക്കാരെ കണ്ടിട്ട് ഷോക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഡിവോഴ്സ് കേസെല്ലാം കേൾക്കുന്നില്ലേ ചില വ്ളോഗേഴ്സിൻ്റെ, നമുക്ക് അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര ഷോക്കാവും. അവരെത്ര ഹാപ്പി ആയിട്ട് ജീവിച്ചാന്ന് വിചാരിക്കും. ഇപ്പം ഞാനും മിക്കയും ഹാപ്പി അല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടാണ്. പക്ഷേങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ആരുടെ റീല് കണ്ടിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ടോ അതുപോലെ ആവണമെന്ന് വിചാരിക്കേണ്ട. കാര്യം അവരെ റിയൽ ലൈഫ് ഇങ്ങൾക്ക് അറിയൂല. അപ്പം ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ കാരണം അത് പോസിറ്റീവായിട്ടുള്ളൊരു കമൻ്റ് ആയിരുന്നു. പക്ഷേങ്കിൽ അത് കണ്ടിട്ട് മറ്റുള്ളവരും അങ്ങനെ ചിന്തിക്കണ്ട. ഞാൻ ഉപ്പാനെയും ഉമ്മാനെയും ഇങ്ങോട്ട് കണ്ട ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്ക ഉപ്പാനെയും ഉമ്മാനെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കൂല എന്ന് വരെ പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ അവരെ പേഴ്സണൽ പ്രോബ്ലംസ് എന്നോട് ഷെയർ ചെയ്യലുണ്ട്. പക്ഷെ ഞാൻ അവരോട് പറയൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നമാണെങ്കിൽ എനിക്ക് വേറൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഞാൻ അവരെ സമാധാനിപ്പിക്കും. കാര്യം എനിക്ക് കുറേ ലോങ് ടെക്സ്റ്റ് എല്ലാം ഇടുക, എനിക്ക് എന്നാ അവരോട് തിരിച്ച് പറയണ്ടേന്ന് വരെ എനിക്ക് അറിയില്ല. അങ്ങനെ അപ്പം ഞാൻ ഈ സമയത്ത് എനിക്കത് പറയണമെന്ന് തോന്നി, അതാ പറഞ്ഞേ. പിന്നെ നമ്മൾ അങ്ങനെ അവിടെ നിന്നിട്ട് ആ ഒരു വാട്ടർ ഡാൻസ് ഇല്ലേ, വാട്ടർ ഫൗണ്ടെയിൻ്റെ അത് എനിക്ക് പിച്ചുവിന് ആ വാട്ടർ ഫൗണ്ടെയിൻ ഡാൻസ് കാണിച്ചു കൊടുക്കണം എനിക്ക്. അതെൻ്റെ വേറൊരു ഡ്രീമേനു. ഉപ്പാനെയും ഉമ്മാനെയും കൊണ്ടുവന്ന പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പിച്ചുവിനെ UAE ഒമാനിൽ പിച്ചു ഓൾറെഡി വന്നിട്ടുണ്ട്, മുന്നേ വന്നാണ്. UAE എനിക്ക് ഈ ഒരു വാട്ടർ ഫൗണ്ടെയിൻ്റെ ഡാൻസ് എല്ലാം കാണിച്ചു കൊടുക്കണം എൻ്റെ ഡ്രീമേനു. അൽഹംദുലില്ലാ. പിന്നെ നമ്മളിതാ ഏതോ ഒരു സ്റ്റോറിൽ കയറിയിട്ട് ഇവർക്ക് ചോക്ലേറ്റ് എല്ലാം വാങ്ങിക്കൊടുക്കല. പിന്നെ പിച്ചുവിനാണെങ്കിലില്ലേ നാട്ടിൽ പോകേണ്ട ഒരു ചിന്തയില്ല കേട്ടോ. ഓനിക്ക് ഈ സ്കൂളിൽ പോകണമെന്നാ അങ്ങനത്തെ വലിയ ചിന്തയൊന്നുമില്ല. മൊത്തത്തിൽ വലിയ ചിന്തയില്ലാത്ത ഒരാളാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടില്ല, ഓനിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാലും ഇപ്പം എന്തെങ്കിലും സാധനം വാങ്ങണമെന്ന് ചോദിച്ചാലും ഓനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന്. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ഒരു ടൈപ്പ് അങ്ങനെ ഒന്നും ഇങ്ങനെ ബോധറിയാണ്ട് അങ്ങനെ നടക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ നമ്മൾ രാത്രി മറൈനിൽ വന്ന് പിന്നെ വേറെ ഒരു പ്രശ്നം എന്താണെന്നറിയാം, ഞാൻ ഇവരെ കൂട്ടിയിട്ട് സൂവിൽ പോകണമെന്ന് വിചാരിച്ചിന്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോകണമെന്ന് വിചാരിച്ചിന്. പക്ഷേങ്കിൽ ഉമ്മാക്ക് മുട്ടുവേദനയാണ്. സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ ഇപ്പം ഉമ്മമാർക്കെല്ലാം മിക്കവാറും ആൾക്കാർക്ക് മുട്ടുവേദന ഉണ്ടാവും. അങ്ങനെ തന്നെ എൻ്റെ ഉമ്മാക്കും നല്ല മുട്ടുവേദനയാണ്. അതുകൊണ്ട് ഞാൻ പോകണമെന്ന് വിചാരിച്ച ചില സ്ഥലത്തൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേന്നായി. ഈ ഒരു ദിവസം കൂടി ഉള്ളൂ കേട്ടോ. നമ്മളങ്ങനെ രാവിലെ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് സമയം നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന് ഇങ്ങനെ രാവിലെ ഇങ്ങനെ നടക്കാനിറങ്ങി. പിന്നെ
ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ നിൽക്കലേന് ആടെ നോക്കുമ്പോൾ പൂച്ചയുണ്ട്. ഇവരെവിടെ പോയാലും ഇവർക്കൊരു പൂച്ചനെ കാണും. ഇവർ പോകുന്നിടത്തെല്ലാം പൂച്ചയോ അല്ലെങ്കിൽ പൂച്ച കുട്ടിയോ ഉണ്ടാവും. ഉമ്മയില്ല, കുട്ടിക്ക് ഉമ്മ മിസ്സിംഗ് ആണ്. പിന്നെ നമ്മൾ ഗോൾഡ് സൂക്കിൽ വന്ന് നമ്മൾ കുറച്ച് സമയം നടന്നണേനെ. പിന്നെ ഉമ്മാക്ക് കുറച്ചധികം സമയം നടക്കുമ്പോൾ മുട്ടുവേദനയാവും. അതുകൊണ്ട് അത് ഇഷ്യൂ തന്നെയാണ്. ഞാൻ നാട്ടിലുള്ള സമയത്ത് കുറേ ഹോസ്പിറ്റലെല്ലാം പോകുന്നതെല്ലാം വ്ളോഗെല്ലാം ചെയ്തിട്ടില്ലേനാ. പക്ഷേങ്കിൽ എനിക്ക് തോന്നി ഇങ്ങനെ വരുന്ന മുട്ടുവേദനയില്ലേ, ഈ ഒരു തേയ്മാനത്തിൻ്റെ മുട്ടുവേദന മാറാൻ കുറച്ച് പണിയാണ്. മാറുമോയെന്ന് തന്നെ അറിയില്ല. ഉമ്മ തന്നെ പറയുന്നു ഇതിപ്പോൾ മാറുമോ എന്നറിയില്ല എന്ന് പറയാൻ. പിന്നെ കുറച്ച് സമയം നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ ഈ ഫ്യൂച്ചർ മ്യൂസിയത്തിൽ വന്ന് ഇത് രാത്രി നമ്മളിവിടെ വന്നേരം തന്നെ നമ്മൾ പകലൊന്ന് വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടേനെ ഇവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് സ്റ്റാച്ചു ആണെന്ന് ആദ്യം ഉമ്മയെല്ലാം വിചാരിച്ചിട്ടുണ്ടായിനി. ഇതൊരു ബിൽഡിംഗ് ആണെന്നൊന്നും അറിയില്ലേനു. എപ്പോഴും ഇങ്ങനെ ഈ ടി വിയിലെല്ലാം കാണുമ്പോൾ അത് സ്റ്റാച്ചു ആണെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിനെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം UAE വന്ന സമയത്ത് ഇതിൻ്റെ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ മുകളിലെല്ലാം കയറി കാണാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് ക്യാൻസലായി പോവുക ചെയ്തിട്ടുണ്ടായിനെ. പോവാനായി വിഷമമുണ്ടോ പോകുന്നേല്? എന്നാ പോണ്ട പിച്ചു പോണ്ട. ഓ പിച്ചു കരയുന്നു. പിച്ചു നാളെ പോയമ്പാട് സ്കൂളിലേക്ക് നേരെ, വീട്ടിലൊന്നും പോണ്ട. പിന്നെ ഞാൻ ദുബായിലുള്ള കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഞാനെപ്പോഴും ഇങ്ങനെ കുറേ വീഡിയോസ് എടുത്ത് ഫുഡ് കഴിക്കുന്നതും ഇതെല്ലാം വീഡിയോസ് എടുത്തിട്ട് വ്ളോഗിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ വ്ളോഗ് ചെറുതാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കട്ട് ചെയ്തിട്ട് ഇടൽ. പിന്നെ ഞാൻ വീഡിയോസ് എടുക്കൽ തന്നെ ഇപ്പോൾ കുറച്ച്. പിന്നെ നമ്മൾ നേരെ ഫുജൈറയിലേക്ക് വന്നിട്ടാണ്. ഇവിടുന്നാണ് ഇവർ നാട്ടിലേക്ക് പോകുന്നുണ്ടായിന്. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇങ്ങനെ വന്ന്, കാരണം ഇവിടുത്തെ എയർപോർട്ട് എവിടെയാണെന്നല്ല നമ്മൾ ആദ്യം ഫുജൈറ വലിയൊരു സ്ഥലമാണെന്നല്ല വിചാരിച്ചിട്ടുണ്ടായിന്. എയർപോർട്ടെല്ലാം എവിടെയാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ വിട്ടിട്ടുണ്ടായിന്. പക്ഷേങ്കിൽ ഇത് ഭയങ്കര ചെറിയൊരു സ്ഥലമായിരുന്നു. വേഗം എയർപോർട്ടെല്ലാം സെൻറ്ററിൽ തന്നെയായിരുന്നു. നമ്മൾ വേറെ എന്തെല്ലോ വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ വിട്ടതേന്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടുന്ന് ലുലുവിലാന്ന് തോന്നുന്നു നമ്മൾ കയറിയ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇവിടെ നമുക്ക് ഇത് വേണേനു, എന്താ പറയുക, ഫ്രഷ് ക്രീം. ഇത്താത്ത നാട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടേനു മറ്റേ ഫ്രഷ് ക്രീം, അൽമറൈൻ്റെ ഫ്രഷ് ക്രീം കൊടുത്തയക്കണമെന്ന്. കാരണം മറ്റേ തേനൊഴിച്ചിട്ട് ബ്രെഡും കൂട്ടി തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ, മറ്റേ വൈറൽ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ 2 ഫ്രഷ് ക്രീം വാങ്ങി. പിന്നെ ഇന്ന് ഇവർക്ക് രാത്രി 3 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം നല്ല ലേറ്റ് നൈറ്റ് ആവും. പിന്നെ നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് കുറച്ച് അധികം സമയം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ മൊത്തം ഒന്ന് കറങ്ങി നോക്കി. പിന്നെ അങ്ങനെ ഫുജൈറ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് മറ്റേ മ്യൂസിക്കൽ റോഡ് ഇല്ലേ, അത് ഞാൻ എവിടെയോ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നേ. ഫുജൈറയിലാണെന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അത് എവിടെയാണെന്ന് ഇങ്ങനെ സെർച്ച് ആക്കിയിട്ട് പോകാമെന്ന് പ്ലാൻ ഇട്ടണേ. കാരണം ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുത്തേക്ക് പോയി.
രസമുണ്ടേനെ. അതിലൂടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അത് അവിടെ തന്നെ ജസ്റ്റ് ഒരു റൗണ്ട് അബൌട്ട് കറങ്ങി നമ്മൾ പിന്നെയും സെയിം ഒന്നും കൂടി പോയി നോക്കിയിട്ടുണ്ടേനെ. നല്ല രസമുണ്ട്. അത് റോഡിൽ ഇങ്ങനെ വരക്കുന്ന ഒരു ചെറിയ ലൈൻസ് വെച്ചിട്ട് അങ്ങനെ മ്യൂസിക് പോലെ ക്രിയേറ്റ് ചെയ്തെടുത്തിയാൽ നല്ല രസമുണ്ടേനെ. അങ്ങനെ നമ്മളിതാ എയർപോർട്ടിൽ വന്ന് നമുക്ക് കുറേ സമയം കുറേ ജാസ്തിയേനു. പിന്നെ വിചാരിച്ച് ഇവിടെ വന്ന് നമുക്ക് എന്താ പറയുക ചെക്ക് ഇൻ എല്ലാം ചെയ്തിട്ട് വെക്കാമെന്ന്. കാരണം വെയിറ്റ് കുറച്ച് കൂടുതലുണ്ടേനു എപ്പോഴത്തെയും പോലെ തന്നെ. കാരണം എൻ്റെ കുറേ കുക്ക്വെയർ സെറ്റ് ഉണ്ടേനു. ഞാനിപ്പം ഇങ്ങനെ ട്രെൻഡിയോളെല്ലാം ത്രൂ ഓർഡർ ചെയ്ത കുറേ അങ്ങനത്തെ പാത്രങ്ങളെല്ലാം കുറേ ഉണ്ടേനു കേട്ടോ. അപ്പോൾ അതാണ് മെയിൻ ലഗേജിൽ. പിന്നെ ഉമ്രക്ക് പോയി നമ്മൾ ഉമ്രക്ക് പോയതല്ലേ, അന്നേരം സംസം വെള്ളം ഉണ്ട്, പിന്നെ ഈത്തപ്പഴം ഉണ്ട്, ഇങ്ങനെ മുസല്ലകൾ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ലഗേജ് കുറച്ച് കൂടുതലേനു. ഈ പാത്രങ്ങളെല്ലാം നല്ല വെയിറ്റ് ഉണ്ടാവില്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ പോയി. പിന്നെ അങ്ങനെ ഒരു പ്രാവശ്യം ഉള്ളിൽ പോയി ചെക്ക് ഇൻ ചെയ്യാൻ നോക്കുമ്പോൾ വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് എനിക്ക് ഒരു 9 കിലോ കൂടുതലാണ്, അത് ഉറപ്പാണ്. പിന്നെ നമ്മൾ പറ്റൂല്ലെങ്കിൽ തിരിച്ചിങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയത്. പക്ഷെങ്കിൽ നമുക്ക് വേറൊരാൾ ലഗേജ് ഇല്ലാണ്ട് പോയി, അവരെടുത്ത് അങ്ങനെ അത് ഓക്കെ ആയിനേനു. പിന്നെ എന്താ പറയുക, പിന്നെ ഇതാ ഇവരിപ്പം നാട്ടിലേക്ക് പോകാനായി. എനിക്ക് ഇപ്രാവശ്യം വലിയ സങ്കടമൊന്നുമില്ല. പിന്നെ പക്ഷെങ്കിൽ നമ്മളും വെക്കേഷൻ ആവാനായല്ലോ, നമ്മളും നാട്ടിൽ പോകാനായല്ലോ. അങ്ങനെ അതുകൊണ്ട് വലിയ സങ്കടമൊന്നും ഇല്ലേനു കേട്ടോ. ഇവർ പോകുമ്പോൾ സങ്കടം ഇല്ല എന്നല്ല, വലിയ സങ്കടം ഇല്ലയെന്ന്. കുറേ കാലമായിട്ട് 2.5 മാസം എന്ന് പറയുന്നതാണെങ്കിലും കുറേ ഉമ്മ വന്നിട്ട് കുറേ ആയ പോലെയാണ്. അന്നേരം ഇനിയിപ്പോൾ തിരിച്ച് റൂമിൽ പോയാൽ എന്തായാലും ഒരു ഒറ്റക്കായ പോലെ ഉണ്ടാവും നമുക്ക് ഉറപ്പാണ്. പക്ഷെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ റൂമിൽ പോവാത്തതുകൊണ്ടും വലിയ സമാധാനമുണ്ട്. കാരണം നമ്മൾ ഒരു 2-3 ദിവസം കൂടി UAE നിന്നിട്ട് തിരിച്ച് പോകും. അങ്ങനെ നമ്മൾ അന്ന് രാത്രി അവർ 3 മണി അതിനെ 2:30 മണി ആ ഒരു ടൈം അതിനെന്ന് തോന്നുന്നത് അവർ ഉള്ളിലേക്ക് കയറി പോകാൻ. പിന്നെ നമ്മൾ ഇവിടെ തന്നെ ഫുജൈറയിൽ തന്നെ അന്ന് രാത്രി സ്റ്റേ ആക്കി ഒരു റൂമെല്ലാം എടുത്തിട്ട് അങ്ങനെ അവർ നാട്ടിലേക്ക് പോയി. ശരിക്കും നോമ്പിന് മുന്നേ പോയതാണ് കേട്ടോ. പക്ഷെങ്കിൽ ഞാൻ വ്ളോഗെല്ലാം പിന്നെ ഞാൻ നോമ്പായി, ഞാനും UAE 2-3 ദിവസം നിന്ന് തിരിച്ച് റൂമിൽ വന്ന് മൊത്തത്തിലൊന്ന് സെറ്റാവാനും ടൈം എടുത്ത്. പിന്നെ നോമ്പുമായി, അങ്ങനെ വ്ളോഗ് കുറച്ച് ലേറ്റായി പോയതാണ്. കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടേനു ഉപ്പയും ഉമ്മയും പോയാന്നെല്ലാം ചോദിച്ചിട്ട്. പിന്നെ ഇതാ പിറ്റേത്തെ ദിവസമായി. ഈ വ്ളോഗ് ശരിക്കും പറഞ്ഞാൽ 3-4 ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ ഷെയർ ആക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ഷാർജയിലാണ് ഉള്ളത്. പകൽ ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസം കൂടി നമ്മളിവിടെ സ്റ്റേ ആക്കുന്നുണ്ടെന്ന്. അത് ഇക്കാക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടേനു അതിന് വേണ്ടിയിട്ട്. അപ്പോൾ പകലെല്ലാം ഞാൻ ഓഫായിരിക്കും, ഒന്നുകിൽ റൂമിലായിരിക്കും അല്ലെങ്കിൽ വണ്ടിയിൽ വെറുതെ ഇരിക്കലായിരിക്കും. ഇക്കാക്ക് പല സ്ഥലത്ത് ഇങ്ങനെ പോകാനുണ്ടാവേ. രാത്രി പക്ഷേ നമ്മളിങ്ങനെ എവിടെയെങ്കിലെല്ലാം കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. ഇത് നമ്മളിപ്പോൾ ഷാർജയിലുള്ള മെഗാ മാളിലാണ് വന്നിന്. ഇവിടെ ഈ ക്ലോ മെഷീൻസിൻ്റെ മാത്രമായിട്ടൊരു ഷോപ്പുണ്ട്. ഇത് ഞാൻ കുറേ റീലിലെല്ലാം ഇങ്ങനെ കണ്ടിന്. അന്നേരം നമ്മൾ UAE പോയാൽ അവിടെ പോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടേനു. ഇക്കാൻ്റെ നെഫ്യൂസ് ഇവിടെ ഷാർജയിലുണ്ട്. അങ്ങനെ അവരെയും കൂട്ടിയിട്ട് നമ്മൾ വന്നിന്. ഇത് ആലുവിൻ്റെ ബർത്ത്ഡേന് വന്ന്. പക്ഷെ നമ്മൾ കേക്കൊന്നും വാങ്ങാൻ കട്ട് ചെയ്യാൻ സെലിബ്രേറ്റ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല, കാരണം ഇക്ക കുറച്ച് ബിസി ആയതുകൊണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഓളെയും കൂട്ടിയിട്ട് ഇവിടെ വന്ന്. ഇത് സംഭവം അടിപൊളിയാണ്. എന്താ പറയുക, നമുക്ക് ഈ വലിയാക്ക് മാളിലെല്ലാം പോയി 1-2 പ്രാവശ്യം ട്രൈ ചെയ്യാൻ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കില്ലേ. കുട്ടികൾക്കാണ് ഇൻട്രസ്റ്റ്, വലിയാക്കായിരിക്കില്ലേ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നാൽ കുറേ ട്രൈ എടുക്കാം. നമ്മൾ 100 ദിറംസിനാണ് കോയിന് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഒരു 10-16 പ്രാവശ്യം നമുക്ക് ഇത് എടുക്കാൻ പറ്റും. അങ്ങനെ അവർക്കെല്ലാം ഓരോ ട്രൈയിലും കിട്ടുന്നുണ്ടേനു. ഞാൻ കുറേ കോയിൻസ് കളഞ്ഞ്, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഇതെന്താണെന്നറിയാം, നമ്മൾ സാധാരണ ഇങ്ങനെ ഈ ക്ലോ മെഷീൻ എടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. ഇക്ക എവിടെ പോയാലും ഈ മാളെല്ലാം പോയി കഴിഞ്ഞാലില്ലേ കുറേ പൈസ അതിന് വേണ്ടിയിട്ട് കളയുക. ഞാൻ പറയും ആ പൈസ എൻ്റെ കുട്ടിക്ക് വെറുതെ ടോയ്സ് വാങ്ങിക്കൊടുക്കാനും. കാരണം അങ്ങനെ കളയുന്ന പൈസക്ക് ഭയങ്കര നമുക്കൊരു സങ്കടം തോന്നില്ല, എന്തോ ഒരു പോലെ ആവലാന്ന്, ഉറക്കം വരില്ല. ഇക്ക കുറേ പൈസ അങ്ങനെ കളഞ്ഞിട്ടുണ്ടേനെ. പക്ഷെങ്കിൽ ഇവിടെ വന്നാൽ നമുക്കതെല്ലാം ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം ഇവരിത് വെക്കുന്ന തന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വെക്കുന്നത്. പക്ഷേ സംഭവം നമുക്കൊന്നും കിട്ടുന്നില്ലേനു.
പക്ഷേ ഇവർ അറേഞ്ച് ചെയ്ത് വെക്കുന്ന സ്റ്റൈൽ തന്നെ ഇല്ലേ, നമുക്ക് ഒരിക്കലും കിട്ടാത്ത രീതിയിലല്ല, പറ്റും, എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ തന്നെയാണ്. കാരണം നമ്മൾ ഇതിടെ അതിന് വേണ്ടിയിട്ട് മാത്രം വരുന്നതല്ലേ അതുകൊണ്ട്. പിന്നെ എൻ്റെ നമുക്ക് ഇപ്പോൾ 100 ദിറംസിന് അല്ലെങ്കിൽ ചെറിയ ദിറംസിനും ഈ കോയിൻസ് വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ കുറേ മിസ്സാവുന്നുമുണ്ട്, അത് വേറെ കാര്യം. പക്ഷെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കുട്ടികളെയും കൂട്ടി വന്നാലും അവർക്ക് ഇഷ്ടമാവും. അതിനേക്കാളും ഇൻട്രസ്റ്റ് വലിയാൾക്കും ഉണ്ടാവും. കുട്ടികളെ കൂട്ടി വരണം എന്നൊരു നിർബന്ധമില്ല. അങ്ങനെ ആലുവിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ നമുക്ക് കുറേ ഡോൾസ് കിട്ടി. ഫസ്റ്റ് ഒന്ന് കിട്ടിയാലും ഫസ്റ്റ് 2-3 ട്രയൽ നമുക്ക് കിട്ടിയിട്ടില്ലേ, അന്നേരം നമുക്കൊരു ടെൻഷനായിരുന്നു, പഠിച്ചോനെ വെറുതെ പോയോന്ന്. പക്ഷെങ്കിൽ ഒന്ന് കിട്ടിയാലും തന്നെ സമാധാനമായി, ഒന്നെങ്കിലും കിട്ടിയല്ലോ എന്ന്. പിന്നെ കുറേ കിട്ടാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരാവശ്യമില്ലാണ്ട് കുറേ കോയിൻസ് ഞാൻ ട്രൈ ചെയ്തിട്ട് കാണാം. ഈ അടുത്തുള്ള ഗ്രീൻ ഒക്കെ ഇല്ല ഒന്നും ഷാമി ഒന്നും കൊടുക്കട്ടെ. ചോടോ അത് കിട്ടൂല. അൽഹംദുലില്ലാ. ബാഗ് അങ്ങനെ നമ്മൾ കോയിൻസ് എല്ലാം കാലിയായി. ലാസ്റ്റ് ഒരു ബാഗും കൂടി കിട്ടിയിട്ടാണ്. പക്ഷേങ്കിൽ നമുക്ക് ഇനിയും ചോദിച്ച ഒരു പ്രാവശ്യം കൂടി കോയിൻസ് എടുത്താലോന്ന്. പക്ഷേങ്കിൽ നമുക്കൊരു ട്രോളി നിറച്ച് ഡോളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഡോളും കുറേ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ നമുക്ക് എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിൽ ഒരു പ്രാവശ്യം കൂടി കോയിൻ എടുത്താലോ നമ്മൾ ആലോചിച്ചിട്ടാ. പക്ഷേങ്കിൽ ഇവർക്ക് $12 കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും ഡോളർ ഒരുമിച്ചിട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കുകയൊന്നും ചെയ്യില്ലല്ലോ. ഇത്രയും ഡോളർ ഒരുമിച്ചിട്ട് 1-2 അല്ലാണ്ട് അങ്ങനെ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്ത അവസ്ഥയായിരുന്നു. നമ്മൾ ഒന്നെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതിലേനും കയറിയിട്ടില്ല. പിന്നെ വീട്ടിൽ നമുക്ക് ഇത് മൊത്തം കൊടുത്താൽ എത്രയോ നമ്പർ കൊടുത്താൽ വലിയൊരു ഡോളെല്ലാം വാങ്ങാൻ പറ്റും. അങ്ങനെയുണ്ട്. ഇത്ര നമ്പേഴ്സ് കൊടുത്താൽ അവിടെ ആ ഒരു റാക്കിൽ വെച്ചിട്ടുള്ള ഏതെങ്കിലും വലിയ ഡോള് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് വേണ്ട, അവർക്ക് ചെറിയ ഡോളറിൻ്റെ മതി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബാഗിലാക്കിയിട്ട് നമ്മളിരുന്ന് പോകലാം. വന്നത് എന്തായാലും ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പെരുന്നാളെല്ലാം വരാൻ പോകുന്നില്ല, ആരും ഇപ്പോൾ ഇത് ഷോപ്പിങ്ങൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. എന്നാലും ഞാൻ പറയുന്ന, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ഐറിഷ് ബുട്ടീക്ക് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക. കാരണം ഇവർ ഇപ്പോൾ റീസെല്ലേഴ്സിന് കൊടുക്കുന്ന സെയിം പ്രൈസിലാണ്, മീൻസ് നല്ല റേറ്റ് കുറവിലാണ്, വേറെ എല്ലാവരുടെയും കിട്ടുന്നതിനേക്കാളും റേറ്റ് കുറവിലാണ് ഇവരെ പേജിൽ നിങ്ങൾക്ക് ഡ്രസ്സസ് കിട്ടുക. മോഡസ്റ്റ് വെയേഴ്സ് ആയാലും പാർട്ടി വെയേഴ്സ് ആയാലും സൽവാർസ് ആയാലും എല്ലാ ടൈപ്പ് ഡ്രസ്സസും ഇവരയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഐറിഷ് ബുട്ടീക്കിൻ്റെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഫോളോ ചെയ്തിട്ട് വെക്കുക. പുതിയ ഈദ് കളക്ഷൻസിൽ ഇവർ അപ്ഡേറ്റ് ചെയ്യും. എന്താ പറയുക, റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് നല്ല പ്രോഡക്റ്റ്സ് ഇവരിൽ നിന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. എല്ലാ ടൈപ്പ് ഡ്രസ്സസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻസും ഇവരയിലുണ്ട്. പിന്നെ റീസെല്ലേഴ്സിനും ഇവരെ കോൺടാക്റ്റ് ചെയ്യുക ഡ്രസ്സസ് എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഇവരെ ലിങ്ക് എല്ലാം കൊടുക്കാം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ പിറ്റേത്തെ ദിവസം, എനിക്ക് തോന്നുന്നു ഇത് പിറ്റേത്തെ ദിവസം തന്നെയാണ്, നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുന്നേ എനിക്ക് ഈ ഒരു കേക്ക്, ഈ മറിയ പാസ് എന്ന് പറഞ്ഞ ഈ അങ്ങനെ തന്നെയല്ലേ പറയാം, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വൈറലായി കുറച്ച് ഒരു മാസം മുന്നേ വൈറലായ ഒരു കേക്കില്ലേനാ, ഇവരെ മറ്റേ മോസറല്ല ചീസ് മേലെ ഇങ്ങനെ ഷ്രെഡ് ചെയ്തിട്ടുള്ള ആ ഒരു കേക്ക്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ 2-3 സ്ഥലത്ത് ഇവരെ ബേക്കറി ഇല്ലേ, ഇതന്നെ സെയിം വേറെ പല സ്ഥലത്തും കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവരെ ഐറ്റം തന്നെ ഒന്ന് കഴിച്ചു നോക്കണമെന്ന് വിചാരിച്ചിട്ട്, ഇത് റിഗയിലുള്ള ഇവരെ ബേക്കറിയാണെന്ന് തോന്നുന്നത്, ഞാൻ കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ദുബായിലുള്ളത് തന്നെയാണ്. ദുബായിൽ തന്നെ ഇവർക്ക് 2 ബേക്കറി ഉണ്ടെന്ന് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഒരു ബേക്കറി ലൊക്കേഷൻ വെച്ചിട്ട് വന്നതാണ്. അങ്ങനെ ഇവിടെ കുറേ പല സാധനങ്ങളുണ്ട്. ഇവരെ പല സാധനങ്ങളും ഫേമസാണ്. പക്ഷേങ്കിൽ നമുക്ക് അധികം മധുരം വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഈ ഐറ്റത്തിന് വലിയ മധുരം ഇല്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഇതൊന്ന് ട്രൈ ആക്കണമെന്ന് വിചാരിച്ചിന്. ഞാനിത് വാങ്ങുമ്പം തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുന്നേ തന്നെ 2-3 എണ്ണം എക്സ്ട്രാ വാങ്ങിന്. കാരണം നമ്മൾ ഒമാനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഒമാനിലും ഉണ്ട് കേട്ടോ ഈ സംഭവം, പക്ഷേങ്കിൽ ഇവരെ ഈ ഒരു ബേക്കറിൻ്റെ ഒറിജിനൽ ഇല്ല. അങ്ങനെ നമ്മൾ വാങ്ങി
കാണുമ്പോൾ തന്നെ സെയിം എന്താ പറയുക നമ്മൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടില്ലേ, മേലെ മൊസറല്ല ചീസ്, പിന്നെ ബട്ടർ കൊണ്ടുള്ള ക്രീമാണെന്നുള്ള, പിന്നെ നോർമൽ സ്പഞ്ച് കേക്ക്. ഭയങ്കര ഓവർ ഹൈപ്പിൻ്റെ സംഭവമല്ല, പക്ഷെങ്കിൽ മധുരം വലിയ മധുരമൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക്, എന്താ പറയുക ഓവർ സ്വീറ്റ്നെസ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. നല്ല രസമുണ്ട്, ഒരു മൈൽഡായിട്ടുള്ള ടേസ്റ്റ്. ഭയങ്കര എടുത്തു പറയേണ്ട ഒരു ടേസ്റ്റ് ഒന്നുമല്ല, പക്ഷെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താ പറയുക വലിയ മധുരവും ഇല്ല, ചീസിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടി വന്നിട്ട് എന്തായാലും ഈ ഒരു കൺസെപ്റ്റ് നല്ലതുണ്ട്. മേലെ മോസറല്ല ചീസ് ഇട്ട് ഞാനിത് എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിന്. ഇൻഷാല്ല ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ റെസിപ്പി ഷെയർ ആക്കാം കേട്ടോ. പക്ഷെ അമ്മക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കാര്യം നമ്മൾ ഓവർ മധുരം ഇഷ്ടപ്പെടുന്ന ആളല്ല. ഇതുവരെ ബീലബൻ ട്രൈ ആക്കാത്ത ഒരാൾ ഞാനായിരിക്കും, കാരണം എനിക്ക് അങ്ങോട്ടേക്ക് പോകണമെന്നേ തോന്നലില്ല. കാര്യം ആ സാധനങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ ഓവർ മധുരമല്ലേ. ഞാൻ ഇതുവരെ ബീലബൻ ട്രൈ ആക്കിയിട്ടില്ല. പക്ഷേ ഇതെനിക്ക് അങ്ങനെ മധുരം ഇല്ലാത്തതുകൊണ്ടാണ് പോയി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാഴ്സലെല്ലാം വാങ്ങി വന്ന് പിന്നെ നമ്മൾ പെർഫ്യൂം വാങ്ങാൻ പോയതേനെ. ഈ പെർഫ്യൂംസിൻ്റെ മാത്രമായിട്ട് ഗോൾഡ് സൂക്കിൻ്റെ അടുത്ത് കുറേ ബ്രാൻഡഡ് പെർഫ്യൂംസിൻ്റെ സംഭവങ്ങളില്ലേ, എല്ലാ ഷോപ്പുകളില്ലേ. അങ്ങനെ നമ്മൾ കുറേ ഷോപ്പിലെല്ലാം കയറി, പക്ഷേങ്കിൽ നമ്മളിവിടെ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് കുറേ ഷോപ്പെല്ലാം ക്ലോസ് ആയി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കത്ലജ് എന്ന് പറഞ്ഞ പെർഫ്യൂം ബ്രാൻഡിൻ്റെ സ്റ്റോറിൽ കയറണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അഹമ്മദൽ മാരിബിൽ കയറി. ഒമാനിൽ നമ്മളടുത്തില്ലാത്ത ഷോപ്പേനു കത്ലജ് എന്ന് പറഞ്ഞാൽ. അത് മസ്കറ്റിലുണ്ടാവും, പക്ഷെ നമ്മളെടുത്തില്ല. പക്ഷേ ഈ അഹമ്മദൽ മാരിബിൽ നമ്മളടുത്ത് തന്നെ ഉള്ളതാണ്. പക്ഷെ എന്നാലും ഇത് ഓപ്പണായി കണ്ടേരം ജസ്റ്റ് അവിടെ കയറിയതാണ്. അവിടുന്ന് ഈ ഒരു പെർഫ്യൂം വാങ്ങീന്, പിന്നെ വേറെ 2-3 വാങ്ങീന്. ഞാൻ വാങ്ങിയ പെർഫ്യൂംസിൻ്റെ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കുകയാണെങ്കിൽ ഞാൻ ഇൻഷാല്ല അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ. പിന്നെ ഏതെല്ലാം ബ്രാൻഡിൻ്റെ പെർഫ്യൂം എല്ലാം വാങ്ങിയെന്നുള്ള. പിന്നെ എനിക്ക് നാട്ടിൽ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഷോപ്പിൽ കയറാൻ കാരണം ഈ അർമാഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പെർഫ്യൂം ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടേനെ, അത് കണ്ടിട്ടാണ് ഞാൻ കയറിയത്. പക്ഷേ എനിക്ക് ഇതൊന്നുമല്ല, ഞാൻ ഇപ്പം എടുക്കുന്നില്ലേ ഈ യം എന്ന് പറഞ്ഞത് നല്ല അടിപൊളി പെർഫ്യൂമാണ്. ഇത് കണ്ടിട്ടാണ് ഞാൻ കയറിയത്. അപ്പോൾ എനിക്ക് അത് വാങ്ങണേനു. നമ്മൾ സാറ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കയറിയിട്ടുണ്ടായിന്. നമ്മൾ ആടുന്ന് ആ അർമാഫിൻ്റെയും വാങ്ങി, പിന്നെ ഇവരുടെ സ്പെഷ്യൽ മിക്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങി എന്താ പറയുക നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് ആലുവിൻ്റെ തലയൊന്ന് മുട്ടി. അതുകൊണ്ടാണ് ഓളെ എടുത്തുകൊണ്ട് നടക്കുന്നത് കേട്ടോ. തല മുട്ടിയിട്ടാണെങ്കിൽ ഓളിങ്ങനെ കാല് ഇങ്ങനെ മുടന്തി നടക്കൂലേ, അങ്ങനെ നടക്കുന്നോളെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ തല നല്ലോണം മുട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു 5 മിനിറ്റ് എടുത്ത്. പിന്നെ ഇങ്ങനെ കുട്ടികളെല്ലാം കൊണ്ട് പോകുമ്പോൾ ചില സമയത്തില്ലേ ഇങ്ങനത്തെ ചില പ്രശ്നം ഉണ്ടാവും, കരച്ചിലുണ്ടാവും. ഇന്നൂനില്ലേ ആലുവിനാണ് ഉണ്ടാവൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങണ്ടാത്ത സ്ഥലത്തെല്ലാം ഓള് കയറി ഉറങ്ങിക്കളിയും വണ്ടിയിൽ നിന്ന്. അന്നേരം പുറത്തിറക്കി കൊണ്ടുപോകാനെല്ലാം കുറച്ച് പാടാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നതിന് നമ്മൾ ഹോട്ട് പോട്ടിലാണ്. ഇത് എവിടെയ സ്ഥലം നമുക്ക് ഓർമ്മയില്ല. കാരണം ഇത് എനിക്ക് തോന്നുന്നു റിഗയിൽ തന്നെയാണെന്ന് തോന്നുന്നത്. കുറേ നൈറ്റ് ഷോപ്പിങ്ങും പിന്നെ കുറേ ഫുഡെല്ലാം ഒരു സ്ട്രീറ്റെല്ലാം അതിലുള്ള ഏതോ ഒരു ഷോപ്പിലാണ് നമ്മൾ കയറിയ, ഏതോ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയ. ഇന്നും ഇവിടുന്ന് മറ്റേ ഒക്ടോപ്പസ് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 50 ദിർഹംസ് എങ്ങാനാന്ന് തോന്നിയിട. നമ്മൾ മുന്നേ എല്ലാം ഇവിടെ വന്ന സമയത്ത് കഴിച്ചിട്ടുണ്ടായിന് ഒരു എന്താ പറയുക ഒരു സെറ്റ് നമ്മളങ്ങനെ ഓർഡർ ചെയ്യലേനെ. പക്ഷേ ഇവിടെ ഈ ബൊഫേ പോലത്തെ സെറ്റപ്പിന് ഒരു പെർ പേഴ്സൺ 50 ദിർഹംസ് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ രണ്ടും ഉണ്ടായിരുന്നു, ഗ്രില്ലും ഉണ്ടായിരുന്നു, ഹോട്ട് പോട്ടും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട എല്ലാം സെലക്ട് ചെയ്ത്. ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കാൻ കയറുന്ന തന്നെ എനിക്ക് മഷ്റൂംസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഷ്റൂം, എല്ലാ ടൈപ്പും. അതിൽ മറ്റേ ഈ നോക്കി മഷ്റൂമില്ലേ, ASMR വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും, മറ്റേ പുല്ല് പോലത്തെ ഭയങ്കര ക്രഞ്ചി ആയിട്ടുള്ള മഷ്റൂം. അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു UAE വ്ലോഗിയുടെ എന്തായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഷെയർ ആക്കാനുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ ഇനി റെസിപ്പീസും വ്ളോഗ്സെല്ലാം ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു, ബൈ.